ഒരു അവസരത്തിൽ ഞങ്ങളെ മനസ്സറിഞ്ഞ് സഹായിച്ചതിന് നൗഷാദ് ക, റിപ്പോർട്ടർ ചാനൽ, ഇക്ര ആശുപത്രി, എല്ലാവർക്കും നന്ദി പറയുന്നു. പെട്ടെന്ന് വന്നതാണ് ഇങ്ങനെ ഒരു വയ്യായ. ഈ കിഡ്നി കൊടുക്കുന്ന ആള് ഞാനാണ്. കിടന്നുറങ്ങിയിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ഏറ്റെടുത്ത് സഹായിക്കാൻ മുമ്പോട്ട് വന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് അതിഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുന്നമംഗലം സ്വദേശിക്ക് ബില്ല് അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആശുപത്രി വിട്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ റിപ്പോർട്ട് TV അടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ ആ ബില്ല് അടയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പ്രധാനമായും ഇക്ര ആശുപത്രി അതിൽ വലിയ തരത്തിൽ ഡിസ്കൗണ്ട് വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനു പുറമെ മരുന്നിൻ്റെ പൈസയായ വലിയൊരു പൈസ കൂടി അടയ്ക്കേണ്ടതുണ്ട്. ആ പൈസ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ TPM ജിഷാനാണ് അടച്ചിരിക്കുന്നത്. അദ്ദേഹം മറ്റ് വ്യവസായികളുമായി ചേർന്നാണ് ആ പണം കണ്ടെത്തുകയും അടയ്ക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു തരത്തിലുള്ള ആശ്വാസമാവുകയാണ് ഇവരെ സംബന്ധിച്ച്, കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്. കാരണം അവർക്ക് ഇന്നലെ തന്നെ ആശുപത്രി വിട്ടുപോകാൻ കഴിയുമായിരുന്നെങ്കിൽ പോലും 90,000 രൂപ അവരെ സംബന്ധിച്ച് വലിയൊരു പൈസയാണ്. ആ പൈസ അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ അവർക്ക് ഒരു ദിവസം കൂടി കിടക്കേണ്ടി വന്നത്. ഏതായാലും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന്, കോഴിക്കോട് ഇക്ര ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പണം കൂടി അടയ്ക്കാൻ മനുഷ്യസ്നേഹികൾ കൂടി തയ്യാറായതോടുകൂടിയാണ് ഇപ്പോൾ അവർക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തെ എങ്ങനെയാണ് കാണുന്നത്? കാണുന്നത് നന്ദി. ഒരുപാട് പുണ്യ ഈശ്വരൻ തരട്ടെ. ഈ ഒരു അവസരത്തിൽ ഞങ്ങളെ മനസ്സറിഞ്ഞ് സഹായിച്ചതിന് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈശ്വരൻ സമാധാനവും സന്തോഷവും നല്ലൊരു ജീവിതവും കൊടുക്കട്ടെ. അത് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ ഇവിടെ വന്ന നൗഷാദ് ക, റിപ്പോർട്ടർ ചാനൽ, ഇക്ര ആശുപത്രി, എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ യുവാവിന് കിഡ്നി കൊടുക്കുന്നത് സഹോദരി കൂടിയാണ്. ആ സഹോദരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ അല്ലേ? ആശ്വാസമായി. ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ല. ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലാവാൻ ഒരുപാട് പേരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവസാനം ഇന്ന് രാവിലെ കുന്നമംഗലം പഞ്ചായത്തിൻ്റെ അവിടെ ഇറങ്ങി നിന്നിട്ട് ഞാൻ അവിടെ കുറച്ച് നേതാക്കന്മാരെല്ലാവരും കണ്ടു. അതിലാണ് നൗഷാദ് തെക്കേൽ കാക്കനോട് വിവരങ്ങൾ എന്താണെന്നും കൂടി ചോദിക്കുക, എന്താ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവരെൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ വരാമെന്നും പറഞ്ഞിട്ടാണ് കൂടി വന്നത്. അതിനൊപ്പം തന്നെ എൻ്റെ വാർഡ് മെമ്പറും ആയിരുന്ന, പിന്നെ എനിക്ക് വീട്ടുകാരെ പോലെ തന്നെ നിൽക്കുന്ന ഷാജിയേട്ടനാണ്. അപ്പോൾ കുട്ടിയാനും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിൽ നിന്ന് ഇത്രയും വരെ എത്തിച്ചതിന് എല്ലാവരോടും നന്ദി പറയാണ്. പിന്നെ ഈ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും പെട്ടെന്ന് തന്നെ വിവരം അറിഞ്ഞപ്പോൾ എല്ലാത്തിനും മുന്നിൽ നിന്ന് ഒരുപാട് ആളുകൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നന്ദി പറയാണ്. എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ പെട്ടെന്ന് വന്ന അസുഖമാണ്. അസുഖം എന്ന് പറയല്ല, പെട്ടെന്ന് വന്നതാണ് ഇങ്ങനെ ഒരു വയ്യായ. അപ്പോൾ എനിക്കിപ്പോൾ ഈ കിഡ്നി കൊടുക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ ഇതിന് അവനുള്ള എല്ലാ ടെസ്റ്റുകളും ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള കാര്യത്തിലും ഞങ്ങളെ കൂടെ എല്ലാവരും ഉണ്ടാവണം. സാമ്പത്തികമായിട്ട് ഞാൻ പിന്നെ വീട്ടുപണിക്ക് പോകുന്ന ആളാണ്. കണ്ടോ, വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവരത്. കാരണം ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ കഴിയാത്തതോടുകൂടി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ആളുകളുടെ കനിവ് തേടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായിരുന്നത്. പക്ഷേ മനുഷ്യസ്നേഹികളായ കുറേ ആളുകൾ അവർക്ക് സഹായവുമായി എത്തുന്നു. ഒരു പക്ഷേ നമുക്ക് കേരളം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവർ സഹായവുമായി എത്താൻ ഒരു നല്ലൊരു മനസ്സ് എപ്പോഴും കേരളം കാണിക്കുന്നു, മലയാള മണ്ണ് കാണിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഇനി കിഡ്നി മാറ്റി വയ്ക്കേണ്ടതുണ്ട്. അതിന് വലിയ തരത്തിലുള്ള സഹായങ്ങൾ ഇനിയും വേണ്ടതുണ്ട് എന്നതാണ്. അതിനുള്ള സഹായം കൂടി ലഭ്യമാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. ഈ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യും. പിന്നെ എനിക്ക് പ്രത്യേകം ഇക്ര ഹോസ്പിറ്റലിനോട് നന്ദി പറയേണ്ടതുണ്ട്. ഞാൻ ഈ വിഷമത്തിൽ വരെ കൂടെ ഓടി വന്ന സമയത്ത് എൻ്റെ മാനേജ്മെൻറ്റ് എന്നോട് പറഞ്ഞു, ഒരു പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് പരമാവധി പൈസ ഞങ്ങൾ കുറച്ച് തരാം. അതേപോലെ തന്നെ നമ്മുടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ സുഹൃത്തുക്കളോട് കുറച്ച് ആളുകളോട് പറഞ്ഞ സമയത്ത് അവർക്ക് കഴിയുന്ന സഹായങ്ങൾ അവരും ചെയ്തു തരാമെന്ന് പറഞ്ഞു. വളരെ വളരെ സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ. പിന്നെ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ഏറ്റെടുത്ത് സഹായിക്കാൻ മുമ്പോട്ട് വന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്.
ഏതായാലും എല്ലാവരും ഒത്ത് ഇറങ്ങിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സഹായം നൽകാൻ കഴിഞ്ഞത്. ഏതായാലും അവർക്ക് ഇന്ന് ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ TM ജിഷനാണ് ഇപ്പോൾ ഈ ബില്ല് അടയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കേണ്ടത്. ചില വ്യവസായികളുമായി ബന്ധപ്പെട്ട് ആ ബില്ല് അടയ്ക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തും അതിന് സമാനമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിലും ഈ ഒരു ശ്രമം തുടരണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ കിഡ്നി മാറ്റി വെച്ചുകൊണ്ട് തന്നെ ആ യുവാവിൻ്റെ രോഗം ഭേദമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള സഹായം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക കൂടിയാണ് ഈ നമുക്കൊപ്പം നിൽക്കുന്ന ഈ അതായത് യുവാവിൻ്റെ സഹോദരിയും അതോടൊപ്പം തന്നെ ഭാര്യ അടക്കമുള്ള ആളുകൾ. ഷബീർ വടക്കേക്കരിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.